ഓടുക, ഓടിക്കളയരുത്. ഓം ശാന്തി ശാന്തി. എന്താ ഉണ്ണികളെ, ഈ ഏരിയയിൽ എല്ലാവർക്കും ഹഫ്ത തരാമെങ്കിൽ നിനക്ക് മാത്രം എന്താ ഒരു മടി? ഉണ്ണി, നീ 2 തെറ്റുകൾ ഇപ്പൊ നമ്മോട് ചെയ്തു. ആദ്യം നീ എന്ന് നമ്മെ അഭിസംബോധന ചെയ്തു. 2, എന്റെ മൃദുഖണ്ഡത്തിൽ കയറി പിടിച്ചു. ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. പിന്നെ ഗുണ്ടാപിരിവ് ഞാൻ ഈശ്വരൻ പറയുന്ന മാത്രമേ ചെയ്യുകയുള്ളൂ. ഈശ്വരൻ എന്നോട് പറഞ്ഞിട്ടില്ല ഗുണ്ടാപിരിവ് ആർക്കും കൊടുക്കാൻ, അതുകൊണ്ട് ഞാൻ തരില്ല. പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. ഈ രാജ്യത്തെ രാജകുമാരൻ മുതൽ പിച്ചക്കാരൻ വരെ എന്റെ ശിഷ്യന്മാരാ. എന്നെ തൊട്ടാൽ ഈ കോലാലംപൂരി എരിയും. ഓം ഗ്ലാനിർ ഭവതി ഭാരത്. ശപിച്ച് മുടിയും. ഇനി എന്നെ അടിച്ചാൽ എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അനുവാദം തന്നിരിക്കുന്നു. എല്ലാരും പൊക്കോളൂ, പെട്ടെന്നാട്ടെ. സോറി, കുറച്ചു നേരം ട്രാഫിക്കിൽ പെട്ടു. എനിക്കൊരു പ്രത്യേക കാര്യം റോഷനോട് പറയാനുണ്ടായിരുന്നു. ഓ, ആക്ച്വലി എനിക്കും ഇന്ന് വേദികയോട് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത് പറ്റില്ല, ലേഡീസ് ഫസ്റ്റ്. ഓക്കെ, ഐ എം ഗെറ്റിംഗ് മാരീഡ്. എന്റെ കല്യാണം ഫിക്സ് ചെയ്തു. ഓ, കൺഗ്രാറ്റ്സ്. ആരാ വരൻ? പൃഥ്വിരാജ്. ആ സിനിമ നടനാ? അയ്യോ, അയാളല്ല, പൃഥ്വിരാജ് മേനൻ. ഓ, എന്ത് ചെയ്യുന്നു? സോറി, അതൊന്നും എനിക്കറിയില്ല. എല്ലാം അച്ഛനാ തീരുമാനിക്കുന്നത്. എന്റെ കല്യാണത്തെ കുറിച്ച് അച്ഛന് കുറച്ച് നിർബന്ധങ്ങളുണ്ട്. കുടുംബം വളരെ നിർബന്ധമാണ്. പയ്യന്റെ കുടുംബം മുഴുവൻ എനിക്കറിയണം. അതിൽ ഒരാൾ പോലും പോലീസ് കേസിൽ പെട്ട ആളാവാൻ പാടില്ല. ഐ ഡോണ്ട് വാണ്ട് ഈവൻ എ സിംഗിൾ ഫ്രോഡ് ഇൻ ദ ഫാമിലി. മാത്രമല്ല, എല്ലാ ബന്ധുക്കളുടെയും സ്റ്റാറ്റസ്, ജോലി, മര്യാദ ഇതെല്ലാം ഉള്ള ഒരു കുടുംബത്തിൽ പിറന്ന ചെറുക്കനെ മാത്രമേ വേദിക വിവാഹം ചെയ്യൂ. അതിനുശേഷം ഗുരു പറയും ബാക്കി കാര്യങ്ങളെല്ലാം. ഏത് ഗുരു? രാജഗുരു മഹാഋഷി വശ്യവചസ്. ആ ജോത്സ്യം പറഞ്ഞാലേ അച്ഛൻ എന്തു ചെയ്യൂ. ഒരു പേപ്പർ സൈൻ ചെയ്യണമെങ്കിൽ പോലും അയാളെ പറയണം. പക്ഷെ എനിക്ക് അയാളെ കണ്ടൂടാ. റോഷൻ, ഞാൻ പോകുന്നു. പക്ഷെ അതിനു മുൻപ് എനിക്ക് ഒരു കാര്യം കൂടി പറയണ്ടായിരുന്നു. കുറെ നാളായി പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ വേദിക? എനിക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ റോഷനെ മാത്രമേ വിവാഹം കഴിക്കുള്ളായിരുന്നു. I like you a lot. Bye. ഭായ്, ഇന്നലെ പോയാരും എന്തായി? അത് നടക്കില്ല പ്ലീഡേ. അത് നമുക്കങ്ങ് മറന്നേക്കാം. വേദികയുടെ മാരേജ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് കുടുംബം, സ്റ്റാറ്റസ്, മര്യാദ ഇതൊക്കെയാണ് പ്രധാനം. മാത്രമല്ല, ഇനി ഇതൊക്കെ ശരിയായാൽ തന്നെ ആ കുട്ടിയുടെ അച്ഛൻ ഏതോ ഒരു ജോത്സ്യൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യൂ അത്ര. ഏത് ജോത്സ്യൻ ഭായ്? അയാളുടെ പേര് രാജഗുരു മഹാഋഷി വശ്യവചസ്. ഭായ്, എന്റെ പേര് അങ്ങനെയല്ല. എന്തായി ബന്ധം? എല്ലാം ബന്ധം പറ. കുറച്ചുകൂടെ നെയ്യ് ഉരുകാനുണ്ട്. അയ്യോ, ഇനി ഉരുകാൻ ആത്മാവ് മാത്രമേ ഉള്ളേ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാമേ. തീ കുറച്ചിടാൻ പറ. ഈ കല്യാണം നടക്കൂ? ഞാൻ നടത്തി തരും. എന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല.
എന്റെ ബാക്ക്ഗ്രൗണ്ട് പൊള്ളി പപ്പടമായി. എല്ലാം ഞാൻ നടത്തി തരാം. വേദികയുടെ അച്ഛന് കുടുംബം സ്റ്റാറ്റസ് ഒക്കെയാണ് പ്രധാനം. അയാളെ പോകാൻ പറ. എല്ലാ റിസ്കും ഞാൻ എടുത്തോളാം. എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതിയേ. ശരി, നിനക്ക് ഞാൻ 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ഈ പറയുന്ന പോലെ എല്ലാം ശരിയാക്കിയില്ലെങ്കിൽ പിന്നെ തന്തൂരി ആയിരിക്കില്ല, ഞാൻ എണ്ണയിലിട്ട് പൊരിക്കും. ഇനി ഇത് പൊരിക്കണ്ട, എടുത്തിട്ട് താ മതി. ഞാൻ പറഞ്ഞു, നല്ല പയ്യൻ. രാമു, സംഭാരം എടുക്കൂ. ചായയും കാപ്പിയും ഇവിടെ ശീലമില്ല, അതുകൊണ്ടാ. ഗുരു വേണ്ട, ഇന്നലെ കാലി പിടിച്ചില്ല, അത് മതി. ഇരിക്കൂ. താങ്ക് യു. ഇരിക്കല്ലേ. സാധാരണ ഞാൻ പയ്യനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാറില്ല. എനിക്ക് കുടുംബവും ജാതകവുമാണ് പ്രധാനം. പിന്നെ ഗുരു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വന്നേ ഉള്ളൂ. എവിടെയാ റോഷന്റെ കുടുംബം? അങ്ങ് തിരുവനന്തപുരത്ത്. ഈ റോഷന്റെ കുടുംബ ഭാഗം വെച്ചാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പണിഞ്ഞു വെച്ചേക്കുന്നത്. അതിനടുത്തുള്ള കൊട്ടാര, അമ്മ വീട്, തട്ടുകട എല്ലാം റോഷന്റെ കുടുംബക്കാരുടെയാ. ആ മർഡർ കേസ് നമ്മൾ ജയിച്ചു. 2 കോടി കൊടുത്ത് ഒരു കള്ളസാക്ഷിയെ വെച്ച് വാദിച്ചു. കേസ് ക്ലീൻ. പക്ഷെ ഭായിക്ക് അറസ്റ്റ് വാറണ്ട് ഉണ്ടാവും. ആ സെക്യൂരിറ്റി ഗാർഡിന്റെ കാല് വെട്ടിയ കേസിൽ അതൊക്കെ നമുക്ക് ഊരിയെടുക്കാം. ഞാനല്ലേ നിൽക്കുന്നത്. എല്ലാം തീർന്നു. ഇപ്രാവശ്യം അവസാനത്തെ ഡയലോഗ് തെറ്റിച്ചു. സെക്യൂരിറ്റി ഗാർഡിന്റെ കാല് വെട്ടിയ കേസല്ല, കൈ വെട്ടിയ കേസ്. ഇന്ന് രാത്രിയാണ് നാടകം. ഇനിയും ഡയലോഗ് തെറ്റിച്ചാ വേറെ ആളെ വെക്കുന്നില്ലേ? എനിക്ക് ഈ നാടകത്തിലെ ലേശം കമ്പമുണ്ട്. അത്യാവശ്യം ചെറിയ നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്യാറുമുണ്ട്. ഇതിപ്പോ 5ാമത്തെ പ്രാവശ്യം ഇയാളെന്ന് ഡയലോഗ് തെറ്റിക്കുന്നത്. എന്താ ചെയ്യാ, പാവം പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ല. ഓഹോ, അപ്പൊ നാടകത്തിന്റെ റിഹേഴ്സൽ ആയിരുന്നു. ഞാനും വിചാരിച്ചു ഭായി എന്തായി മുണ്ടും മറ്റും കൊടുത്തോണ്ട്. ഓക്കെ, നടക്കട്ടെ. റിഹേഴ്സൽ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഇയാൾ വന്ന് ഡയലോഗ് പ്രാക്ടീസ് ചെയ്തേ. ഒരു നാടകോടും ഞാനും ഈ നാടകത്തിലുണ്ട്. ആണോ? തുടക്കം മുതൽ ഒടുക്കം വരെ നിർത്തി പൊരിക്കുന്ന ഒരു സാധു മനുഷ്യന്റെ സീനിൽ. ഐ പിറ്റി യു. സെയിം ടു യു. അപ്പൊ അങ്കിൾ, കാര്യത്തിലേക്ക് വരാലോ. നാളെ ഞാൻ ഗുരുവിനെയും കൂട്ടി നാട്ടിലേക്ക് പോവാ. കൊല്ലാനായിരിക്കും. ബന്ധുക്കളെ എല്ലാരെയും ഞാൻ ഗുരുവിന് പരിചയപ്പെടുത്തി കൊടുക്കാം. കാര്യങ്ങളൊക്കെ ഗുരുവിന് ബോധ്യമായ പിന്നെ എല്ലാം അങ്കിള് തീരുമാനിച്ചോളൂ. ഫൈൻ, എനിക്ക് സമ്മതമാണ്. ഗുരു കൂടെ വന്ന് എല്ലാം മനസ്സിലാക്കട്ടെ. ഗുരു 1 മിനിറ്റ്. എന്തു തോന്നുന്നു ജി? എനിക്കൊരു 70% ഓക്കെയാണ്. പയ്യനും നല്ല തറവാടിത്തം ഉണ്ട്. ഇനി ഞാൻ ഗുരുവിനെ ഏൽപ്പിക്കുന്നു. റോഷൻ അങ്കിൾ, എന്നാ ഞാൻ വരട്ടെ. കാര്യങ്ങളെല്ലാം ഗുരുവിനെ അറിയിക്കും. ശരി അങ്കിൾ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. See you. Okay. എന്നാ പിന്നെ ഞാൻ എന്റെ കൂടെ നാളെ കേരളത്തിലേക്ക് വരുന്നു. അതിന് ഞാൻ എന്തിനാ കൂടെ വരുന്നത്? നീ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞാലല്ലേ അങ്ങേർക്ക് വിശ്വാസം വരൂ. അതിനെനിക്ക് കേരളത്തിലോട്ട് വരാനുള്ള പാസ്പോർട്ട് ഇല്ല. പിന്നെ നീ എങ്ങനെ മലേഷ്യയിലെത്തി? അതെനിക്ക് സിദ്ധി കിട്ടി. ഞാൻ കടൽ വഴി നടന്നു വന്നു. അങ്ങനെയല്ലേ ഞാൻ സ്വാമിയായത്. പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. അതുപോലെ അങ്ങ് തിരിച്ചു നടന്നാ മതി. അയ്യോ, പക്ഷെ എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പൊ സിദ്ധിയില്ല. എന്തോ കുറച്ച് നടക്കുമ്പോ ഇടയ്ക്ക് വെച്ച് മുങ്ങിപ്പോവും. മുങ്ങുന്നവരക്കും നീ നടക്കും. അവിടുന്ന് ഞാൻ പൊക്കിയെടുത്തോളാം. അല്ല എന്ന് പറഞ്ഞ എന്റെ ജീവിതം പട്ടിണക്കി. ഗംഭീര വീട്. ബാക്കി മുറികളൊക്കെ നാളെ കാണാം. അത് ശരി, ഇന്നത്തെ പത്രം ഇവിടെ കൊണ്ടുവച്ചേക്കാണോ? ഇത് ഞാൻ ഇന്നലെ എവിടെയെല്ലാം തിരക്കിയെന്നറിയോ? യുവതിയെ പീഡിപ്പിച്ച സ്വാമി അറസ്റ്റിൽ. അതിന് സ്വാമി എന്തു പിഴച്ചു? അയാൾ അയാളുടെ കർമ്മമല്ലേ ചെയ്തുള്ളൂ. നമസ്കാരം. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സർവേയുമായി വന്നതാണ്. ഇങ്ങോട്ട് തന്നോളൂ. എന്ത് സർവേ? സർവേ എടുക്കാൻ വന്നതാണ്. അകത്തുണ്ടെങ്കിൽ എടുത്തോളൂ.
എവിടെയാ ഇരിക്കുന്നെന്ന് എനിക്കറിയില്ല. മിസ്റ്റർ, ഈ വീട്ടിൽ എത്ര പേരുണ്ട്? ഈ വീട്ടിന് ഒരു പേരേ ഉള്ളൂ, മംഗലത്ത് വീട്. ദോ, ഈ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്ന്? അതെ, ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നീ പോയിട്ട് പിന്നെ വാ, ഫോൺ നമ്പർ തന്നാ മതി. ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന്? അതായിരുന്നു, 5-8 പേരുണ്ട്. മുല കുടിക്കുന്ന കുട്ടികളുണ്ടോ? ഇതുവരെ ഇല്ല, വേണമെങ്കിൽ. എന്താണ് നീ എന്നെ പറ്റി വിചാരിച്ചേ? അലവരാതി, വൃത്തികെട്ടവനെ. ഞാൻ ആരെന്ന് എനിക്കറിയില്ല. എന്താ ഇവിടെ പ്രശ്നം? ഇയാൾ എന്നോട് അപമര്യാദ കാണിച്ചു. അത് കാണിച്ചു? അയ്യോ, ദൈവത്തിനാണ് ഞാൻ കാണിച്ചില്ല. ഒന്നുമല്ലെങ്കിൽ ഞാൻ ഒരു ബ്രഹ്മചാരിയല്ലേ, എനിക്ക് അങ്ങനെ ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഇയാൾക്ക് വരാൻ കണ്ട സമയം. മാഡം ക്ഷമിക്കണം, കൂൾ ഡൗൺ. പറയൂ മാഡം. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സർവേ എടുക്കാൻ വന്നതാണ്. എന്താ മാഡത്തിന് അറിയേണ്ടത്? ഇവിടെ ആരൊക്കെയുണ്ട്? ഞാനും എന്റെ സാറും അസിസ്റ്റന്റ്. ഇത് ഗസ്റ്റ് ഹൗസ് ആണോ? അല്ല, കുടുംബം ഉണ്ടാക്കാനുള്ള ശ്രമത്തില്. ശ്രമത്തിലോ? കുട്ടികൾ, അച്ഛൻ, അമ്മ. ആരാ ഗൃഹനാഥൻ? റോഷൻ വർമ്മ. അദ്ദേഹത്തിന്റെ കുടുംബം? സോറി, അദ്ദേഹം അനാഥനാണ്. അനാഥനാ?